പിന്നെ എണ്ണയില്ലാതെ പൊരിച്ചത് എണ്ണയില്ലാത്തതുകൊണ്ട് അല്ല, ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടിരിക്കുന്നു, എണ്ണ കൂട്ടിക്കൂടാ എന്നും പറഞ്ഞിട്ട് അമ്മക്ക് മീൻ പൊരിച്ച മീനൊക്കെ കൂട്ടണ്ടേ. നല്ല അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റ്, എണ്ണയൊക്കെ ഉള്ളേക്കാളും നല്ല ടേസ്റ്റ്. കുറച്ച് പൊടിച്ച ആളായിട്ട് അപ്പം എന്തൊരു ചെയ്യണമെന്നൊരു ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ചെയ്താലോ എന്ന് മനസ്സിലൊരു ഐഡിയ. കുരുമുളക് ഇട്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിൻ്റെ ആവശ്യമേ 1 ടീസ്പൂൺ ഫിഷ് മസാലയാണ്, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി 1/2 ടീസ്പൂൺ, ഒരു ഇത്ര പുളി, അതായത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി. ഈ ഒരു 10 ഉള്ളി പിളർന്നെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇടാം. പിന്നെ ഇതിലൊരു 4 വെളുത്തുള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഇടാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ് വേണ്ട, കുറച്ച്, അതിൽ കുറച്ച് മതി, കുറച്ച് മാത്രം വെള്ളം. ഇനി ഇതൊന്ന് മിക്സിയിൽ അരച്ചുകൊണ്ട് വരാം. ഇങ്ങനെ അരച്ചെടുത്ത കൂട്ട് നമുക്കൊരു പാനിലേക്ക് ഒഴിക്കാം. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വാരി ഇതിലേക്കിടാം. ഇനി ഇതൊന്ന് പുരട്ടിയെടുക്കാം. പതുക്കെ എല്ലാ മീനിലും പറ്റത്തക്ക രീതിയിൽ പുരട്ടിയെടുത്ത ശേഷം ഇതുപോലെ നിരത്തി വെച്ച്, അതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോയെന്നൊന്ന് നോക്കണം. ഈ കറിയാകുമ്പോൾ ഇച്ചിരി പുളിയൊക്കെ വയ്ക്കുന്ന എരിയൊക്കെ ഉള്ള ഇതാകുമ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പൊക്കെ നീന്തി വയ്ക്കുന്നത് നല്ല പരുവത്തിന് കിട്ടണം. ഇനി ഇത് സ്റ്റൗവിലോട്ട് വെച്ച് മീഡിയം ഫ്ലെയിമിൽ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം. ഇവിടെ എല്ലാ മീനും ഒന്ന് തിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്നുകൂടെ ഒന്ന് കരിയാതിരിക്കാൻ കുറച്ച് വെള്ളം, മിക്സി ജാറ് കഴുകിയ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് വെക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. വീണ്ടും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഇതിൽ നിന്ന് ഇറങ്ങുന്ന നെയ്യിൽ ആണ് ഇത് വേവിച്ചെടുക്കുന്നത്. നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ആ ഉള്ളിയുടെ നനവും നമ്മൾ ഒഴിച്ച വെള്ളവും എല്ലാം വെച്ച് ഇത് മൊരിഞ്ഞ് വരേണ്ടത് ഇതിൽ നിന്ന് ഇറങ്ങുന്ന നെയ്യ് കൊണ്ട് തന്നെയാണ്. നമ്മളിത് എണ്ണ ഒഴിച്ച് വേവിക്കുന്നതല്ല. നമ്മൾ സാധാരണ ചട്ടിയിൽ പറ്റിച്ച് ഇത് എടുക്കത്തില്ലേ, ഈ ചാളയൊക്കെ, അതുപോലെ തന്നെയാണ് നമ്മളൊന്ന് മൊരിച്ചെടുക്കുന്നതേ ഉള്ളൂ. അപ്പോഴിത് നമ്മൾ ഈ അരപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി 2-3 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുക്കണം. അരപ്പും മീനും എല്ലാം കൂടെ ഒന്ന് മൊരിഞ്ഞ് വരണം. വീണ്ടും ഞാൻ തിരിച്ചിട്ടിരിക്കുകയാണ്. എല്ലാം എപ്പോഴും കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക്, മൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കൂടെ തിരിച്ചിടണം. ഇപ്പോഴും തീയിൽ കിടക്കുകയാണ്. ഇനി ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് അരപ്പും മീനും കൂടെ കരിഞ്ഞണക്കൊക്കെ തോന്നും. അത് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മീൻ ഇവിടെ ആവശ്യത്തിന് ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ച് നേരവും കൂടെ ഇട്ട് മുരിച്ചെടുക്കുക. അപ്പോഴേ ഇളക്കി എടുക്കണം. ഞാനിപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ടൊന്നെടുത്ത് പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പും പുളിയൊക്കെ നല്ല പരുവത്തിനുണ്ട്. ഇങ്ങനെ ഒരു സാധനം തയ്യാറാക്കുമ്പോൾ ഉപ്പും പുളിയും കൂടിയിരിക്കുന്നത് നല്ലതാണ്. കുരുമുളകിൻ്റെ എരിയൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇതുപോലുള്ള മീൻ ഇങ്ങനെ നോക്കിയിട്ട് ഒന്നുകൂടെ ഇങ്ങനെ താത്തു കൊടുക്കണം. അപ്പോൾ എല്ലാം നല്ലപോലെ മൊരിഞ്ഞ മീനാണ്, ഒന്നുമില്ല മൊരിയാത്തത്. ഇങ്ങനെ തവി കൊണ്ട് ഇളക്കുന്നതുകൊണ്ടാണ് ചിലതൊക്കെ അരപ്പടന്നു പോണത്. ഈ അരപ്പ് എല്ലാം നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനായിട്ട്.